നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും വേദനകളും നിരാശ കണ്ട് നമ്മൾ അധൈര്യപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 4:16 അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നാം അധൈര്യപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത് മനുഷ്യൻ ബലം പ്രാപിക്കുകയുള്ളൂ. അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയൊക്കെ നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കും. അകത്തെ മനുഷ്യൻ എപ്രകാരമാണ് ബലം പ്രാപിക്കുന്നത്? 1, ദൈവത്തെ ആരാധിക്കുക. 2, ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. അത് അനുസരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അധൈര്യത്തെ മാറ്റി ദൈവം നമുക്ക് ധൈര്യത്തെ നൽകും. നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് പോകുവാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഉള്ള കൃപയും ബലത്തെയും ദൈവം നമുക്ക് നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ തളർന്നു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നിൻ്റെ പുറമേയുള്ള മനുഷ്യനെ നീ നോക്കാതെ അകത്തെ മനുഷ്യനെ ഈ ദിവസങ്ങളിൽ ബലം പ്രാപിപ്പാൻ തക്കവണ്ണം, ദൈവത്തോട് പറ്റിയിരിക്കാൻ തക്കവണ്ണം ദൈവം നിന്നെ സഹായിക്കട്ടെ. അതിനായി ഒരുക്കം. ഗോഡ് ബ്ലെസ് യു.